എല്ലാ കൂട്ടുകാർക്കും ഡയറക്റ്റ് ഹോം PACയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനാണ്, പാർട്ട് 2. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾ കണ്ടു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടിംഗ് യന്ത്രങ്ങളുടെ പരിണാമത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് ഓരോ പോയിൻ്റ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നൊരു ടോപ്പിക്കാണ് അബാക്കസ്. അബാക്കസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടിംഗ് യന്ത്രമായി അറിയപ്പെടുന്നതാണ് അബാക്കസ്. ആദ്യത്തെ കമ്പ്യൂട്ടിംഗ് യന്ത്രമായി അറിയപ്പെടുന്ന ഇതാണ് നമ്മുടെ അബാക്കസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയക്കാർ അബാക്കസ് കണ്ടുപിടിച്ച വർഷമാണ് 3000 BC. അപ്പോൾ അബാക്കസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസൊപ്പൊട്ടേമിയക്കാരാണ്. അവർ കണ്ടെത്തിയ വർഷം അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 3000 BC ആണ്. ഇനി അബാക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് കൂട്ടുന്ന ബോർഡ്. അബാക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കണക്ക് കൂട്ടുന്ന ബോർഡ് എന്ന് പറയാം. നെക്സ്റ്റ്, അബാക്കസിൻ്റെ പ്രധാന ഘടകമാണ് ഒരു ചെറിയ കമ്പിയിലൂടെ ചലിപ്പിക്കാൻ കഴിയുന്ന മുത്തുകൾ. അത് നിങ്ങൾ ഓൾറെഡി അബാക്കസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലിതേപോലെ നേരത്തെ കമ്പികളായിരിക്കും, അതിൽ മുത്ത് ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിയുന്ന മുത്തുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ അബാക്കസിൻ്റെ പ്രധാന ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കമ്പിയിലൂടെ ചലിപ്പിക്കാൻ സാധിക്കുന്ന മുത്തുകൾ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, അബാക്കസ് പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനമായത് സംഖ്യകളുടെ സ്ഥാനവിലയാണ്. അപ്പോൾ ഈ അബാക്കസ് പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് സംഖ്യകളുടെ സ്ഥാനവിലയെ അടിസ്ഥാനമാക്കിയിട്ട്. പിന്നെ പറയാനുള്ളൊരു ഫാക്റ്റ്, അബാക്കസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൗണ്ടിങ് ഫ്രെയിം എന്നത്. എന്താണ് കൗണ്ടിങ് ഫ്രെയിം? അബാക്കസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൗണ്ടിങ് ഫ്രെയിം എന്നത്. ഇനി പറയാനുള്ളൊരു ഫാക്റ്റ്, അബാക്കസ് ജപ്പാനിൽ അറിയപ്പെടുന്ന പേരാണ് സോറോബാൻ. അപ്പോൾ ഇവിടെ നമ്മൾ അബാക്കസ് എന്ന പേരിന് പുറമെ 2 പേരുകൾ പഠിച്ചു. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് കൗണ്ടിങ് ഫ്രെയിം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അബാക്കസ് ജപ്പാനിൽ അറിയപ്പെടുന്ന പേരാണ് സോറ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച അബാക്കസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ കമ്പ്യൂട്ടിംഗ് യന്ത്രമായി അറിയപ്പെടുന്നത് അബാക്കസാണ്. അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയക്കാരാണ് കണ്ടുപിടിച്ചത്, വർഷം 3000 BC. ഇനി അബാക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് കൂട്ടുന്ന ബോർഡ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ കമ്പിയിലൂടെ ചലിപ്പിക്കാൻ കഴിയുന്ന മുത്തുകളാണ് അബാക്കസിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. ഇനി നമുക്ക് പറയാനുള്ളത് അബാക്കസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യകളുടെ സ്ഥാനവിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൗണ്ടിങ് ഫ്രെയിം എന്നത്. അതുപോലെ തന്നെ ജപ്പാൻ എന്ന രാജ്യത്ത് അബാക്കസ് അറിയപ്പെടുന്ന പേരാണ് സോറോബാൻ എന്ന്. ഇനി അടുത്തൊരു ടോപ്പിക്ക് നാപ്പിയറിൻ്റെ ബോണുകൾ, അതായത് നാപ്പിയേഴ്സ് ബോൺസ് എന്ന് പറയുന്നതാണ്. അതായത് നാപ്പിയേഴ്സ് ബോൺ കണ്ടെത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ AD 1617 ഇത് കണ്ടെത്തിയത് ജോൺ നാപ്പിയർ എന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അതിന് നാപ്പിയേഴ്സ് ബോൺ എന്നൊരു പേര് നൽകാൻ കാരണം. പിന്നത്തെ ഒരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ജോൺ നാപ്പിയറിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി വണ്ടർഫുൾ കാനോൺ ഓഫ് ലോഗരിതംസ്. അപ്പോൾ നമ്മൾ ഈ നാപ്പിയേഴ്സ് ബോൺ കണ്ടെത്തിയ ജോൺ നാപ്പിയർ എഴുതിയിട്ടുള്ള ബുക്കിൻ്റെ പേരാണ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി വണ്ടർഫുൾ കാനോൺ ഓഫ് ലോഗരിതംസ് എന്നത്. പിന്നത്തെ ഒരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ സംഖ്യകൾ രേഖപ്പെടുത്തിയ ദണ്ടുകൾ അറിയപ്പെടുന്നതാണ് നാപ്പിയേഴ്സ് ബോൺസ് എന്നത്. അപ്പോൾ നാപ്പിയേഴ്സ് ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഖ്യകൾ രേഖപ്പെടുത്തിയ ദണ്ടുകൾ എന്നൊരു സെൻറ്റൻസ് നിങ്ങളോട് ആലോചിച്ച് വയ്ക്കുക. നെക്സ്റ്റ് ഒരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഏത് സംഖ്യയെയും 2 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ കൊണ്ട് ഗുണിക്കാനായിട്ട് ഈ ഉപകരണത്തിന് കഴിയും. അപ്പോൾ നാപ്പിയേഴ്സ് ബോൺസ് വെച്ചുകൊണ്ട് നമുക്ക് ഏതൊരു സംഖ്യയെയും 2 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ കൊണ്ട് ഗുണിക്കാൻ സാധിക്കും. അടുത്ത ഫാക്റ്റ്, പ്രയാസമുള്ള ഗുണനക്രിയകൾ സങ്കലനത്തിലൂടെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന പട്ടികയ്ക്ക് പറയുന്ന പേരാണ് ലോഗരിത പട്ടിക. അപ്പോൾ പ്രയാസമുള്ള ഗുണനക്രിയകൾ സങ്കലനത്തിലൂടെ എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്ന പട്ടികയ്ക്ക് പറയുന്ന പേരാണ് ലോഗരിത പട്ടിക, അതായത് ലോഗരിതമിക് ടേബിൾ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ലോഗരിത പട്ടിക കണ്ടെത്തിയത് ജോൺ നാപ്പിയർ തന്നെയാണ്. അപ്പോൾ ലോഗരിത പട്ടിക അപ്പോൾ ഈ പറഞ്ഞ ലോഗരിത പട്ടിക കണ്ടെത്തിയത് ജോൺ നാപ്പിയർ ആണ്.
ലോഗരിതക പട്ടിക കണ്ടെത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1614. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമുക്ക് 2 വർഷം പഠിക്കാനുണ്ട്. ഈ നാപ്പിയേഴ്സ് ബോൺ കണ്ടെത്തിയ വർഷം ചോദിച്ചാൽ AD 1617. അതുപോലെ തന്നെ ഈ ലോഗരിത പട്ടിക കണ്ടെത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1614. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് 2 വർഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജോൺ നാപ്പിയർ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി വണ്ടർഫുൾ കനോൺ ഓഫ് ലോഗരിതംസ് എന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്ക് പാസ്കലൈൻ. അപ്പോൾ ഈ പാസ്കലൈൻ കണ്ടുപിടിച്ചത് ബ്ലൈസ് പാസ്കൽ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ആരാണ് പാസ്കലൈൻ കണ്ടുപിടിച്ചത്? ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ബ്ലൈസ് പാസ്കലാണ്. നെക്സ്റ്റ്, പാസ്കലൈൻ കണ്ടുപിടിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1642. ഇത് കണ്ടുപിടിച്ചത് പാസ്കലൈൻ തൻ്റെ 19ാമത്തെ വയസ്സിലാണ്. പിന്നെ അതിൽ പറയാനുള്ള മറ്റൊരു ഫാക്റ്റ്, 2 സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും ആവർത്തന പ്രക്രിയയിലൂടെ ഗുണനവും ഹരണവും ചെയ്യാനും പാസ്കൽ യന്ത്രത്തിന് സാധിക്കും. എന്താണ്? 2 സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ആവർത്തന പ്രക്രിയയിലൂടെ ഗുണനവും ഹരണവും ചെയ്യാനും പാസ്കലൈൻ യന്ത്രത്തിന് സാധിക്കും. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, പാസ്കലൈൻ യന്ത്രത്തിൽ അനേകം ചക്രങ്ങളും ഗിയറുകളും സിലിണ്ടറുകളും ഉപയോഗിച്ചിരിക്കുന്നു. ഈ പാസ്കലൈൻ യന്ത്രത്തിൽ അനേകം ചക്രങ്ങളും ഗിയറുകളും സിലിണ്ടറുകളും ഉപയോഗിക്കുന്നു. ഒന്നും കൂടി ഈ ഫാക്റ്റുകൾ റിപ്പീറ്റ് ചെയ്യാം. ഈ പാസ്കലൈൻ കണ്ടുപിടിച്ചത് ബ്ലൈസ് പാസ്കലാണ്. അതൊരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ പാസ്കലൈൻ കണ്ടുപിടിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1642. ഇത് അദ്ദേഹം കണ്ടുപിടിച്ചത് തൻ്റെ 19ാമത്തെ വയസ്സിലാണ്. നെക്സ്റ്റ് പറഞ്ഞ ഫാക്റ്റ്, ഈ 2 സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ആവർത്തന പ്രക്രിയയിലൂടെ ഗുണനവും ഹരണവും ചെയ്യുവാനും പാസ്കലൈൻ യന്ത്രത്തിന് സാധിക്കും. നെക്സ്റ്റ്, പാസ്കലൈൻ യന്ത്രത്തിൽ അനേകം ചക്രങ്ങളും ഗിയറുകളും സിലിണ്ടറുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് പാസ്കലൈനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്ക് ലെബനീസിൻ്റെ കാൽക്കുലേറ്റർ. ലെബനീസ് കാൽക്കുലേറ്റർ കണ്ടെത്തിയത് ഗോഡ്ഫ്രൈഡ് വില്യം ലെബനീസാണ്. ഇദ്ദേഹം ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ലെബനീസ് കാൽക്കുലേറ്റർ കണ്ടെത്തിയത് ഗോഡ്ഫ്രൈഡ് വില്യം ലെബനീസാണ്. ഇദ്ദേഹം ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്നു. നെക്സ്റ്റ്, ലെബനീസ് കാൽക്കുലേറ്റർ കണ്ടെത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1673. അപ്പോൾ 1673 ലെബനീസ് കാൽക്കുലേറ്റർ കണ്ടെത്തിയത്. നെക്സ്റ്റ് ഫാക്റ്റ്, തുടക്ക കാലഘട്ടത്തിൽ ലെബനീസ് കാൽക്കുലേറ്റർ അറിയപ്പെട്ടിരുന്ന പേരാണ് സ്റ്റെപ്പ് റക്കണർ എന്ന്. അപ്പോൾ സ്റ്റെപ്പ് റക്കണർ എന്നാണ് തുടക്ക കാലഘട്ടത്തിൽ ഈ ലെബനീസ് കാൽക്കുലേറ്റർ അറിയപ്പെട്ട പേര്. എന്താണ്? സ്റ്റെപ്പ് റക്കണർ എന്ന്. നെക്സ്റ്റ്, പാസ്കലൈനിൻ്റെ മെച്ചപ്പെടുത്തിയ രൂപമാണ് ലെബനീസ് കാൽക്കുലേറ്റർ. അപ്പോൾ ഈ പാസ്കലൈനിൻ്റെ മെച്ചപ്പെടുത്തിയ രൂപമാണ് ലെബനീസ് കാൽക്കുലേറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ഗുണനത്തിനും ഹരണത്തിനും ഉപയോഗിക്കുന്ന തരത്തിലാണ് ലെബനീസ് കാൽക്കുലേറ്റർ തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഗുണനത്തിനും ഹരണത്തിനും ഉപയോഗിക്കുന്ന തരത്തിൽ അങ്ങനത്തെ ഒരു മെത്തേഡിലാണ് ലെബനീസ് കാൽക്കുലേറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ലെബനീസ് കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ചത് ഡ്രം ആകൃതിയിലുള്ള ഗിയറുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലെബനീസ് കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രം ആകൃതിയിലുള്ള ഗിയറുകളാണെന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ ഈ ഗിയറുകളാണ് പിന്നീട് വന്ന പല കണക്കുകൂട്ടൽ യന്ത്രങ്ങളുടെയും നിർമ്മാണത്തിന് അടിസ്ഥാനമായത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഡ്രം ആകൃതിയിലുള്ള ഗിയർ എന്ന് ആലോചിച്ച് വയ്ക്കുക എന്തിൽ? ഈ ലെബനീസ് കാൽക്കുലേറ്ററിൽ. അപ്പോൾ ഇത്തരം ഗിയറുകളാണ് പിൽക്കാലത്ത് വന്ന പലതരത്തിലുള്ള കണക്കുകൂട്ടൽ യന്ത്രങ്ങളിലും അടിസ്ഥാനമാക്കി ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തൊരു ടോപ്പിക്കാണ് ജാക്വേഡിൻ്റെ തറി. അപ്പോൾ ജാക്വേഡിൻ്റെ തറി കണ്ടുപിടിച്ചത് ജോസഫ് മേരി ജാക്വേഡാണ്. നെക്സ്റ്റ്, ജാക്വേഡിൻ്റെ തറി കണ്ടുപിടിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1801. പിന്നീട് പറയാനുള്ളത്, ഈ യന്ത്രത്തെ നിയന്ത്രിച്ചിരുന്ന സുഷിരം മുട്ടിട്ടുള്ള കാർഡുകളെയാണ് പഞ്ച് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യന്ത്രം, അതായത് ജാക്വേഡിൻ്റെ തറി എന്ന് പറയുന്ന യന്ത്രത്തെ നിയന്ത്രിക്കുന്ന സുഷിരമിട്ടിട്ടുള്ള കാർഡുകളെയാണ് പഞ്ച്ഡ് കാർഡ്സ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വിവരശേഖരണത്തിൻ്റെയും പുനരുപയോഗത്തിൻ്റെയും ആദ്യ രൂപമായി പരിഗണിക്കുന്ന യന്ത്രം കൂടിയാണ് ജാക്വേഡിൻ്റെ തറി. ഈ ഫാക്റ്റുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ ജാക്വേഡിൻ്റെ തറി കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് മേരി ജാക്വേഡ്. ഇത് കണ്ടുപിടിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1801. അതുപോലെ തന്നെ ഈ യന്ത്രത്തെ നിയന്ത്രിക്കുന്ന സുഷിരമിട്ടിട്ടുള്ള കാർഡുകൾ അറിയപ്പെടുന്ന പേരാണ് പഞ്ച്ഡ് കാർഡ് എന്ന്.
പിന്നീട് പറയുന്നത് വിവരശേഖരണത്തിൻ്റെയും പുനരുപയോഗത്തിൻ്റെയും ആദ്യ രൂപമായി പരിഗണിക്കുന്ന യന്ത്രമാണ് ഈ ജാക്ക് വേർഡിൻ്റെ തറി. കണ്ടുപിടിച്ച വർഷം 1801. കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോസഫ് മേരി ജാക്ക് വേർഡ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് എൻജിൻ. കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് നടത്തിയ ഗണിത ശാസ്ത്രജ്ഞനാണ് ചാൾസ് ബബേജ്. ഈ പേര് നിങ്ങൾക്കറിയാം. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് നടത്തിയ ഗണിത ശാസ്ത്രജ്ഞനാണ് ചാൾസ് ബബേജ്. അതുപോലെ തന്നെ ഈ ഡിഫറൻസ് എൻജിൻ തയ്യാറാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1822. അപ്പോൾ 1822 ഡിഫറൻസ് എൻജിൻ തയ്യാറാക്കിയ വർഷം. നെക്സ്റ്റ്, ഗണിത പട്ടികകൾ സമാഹരിക്കാനാണ് ചാൾസ് ബബേജ് ഡിഫറൻസ് എൻജിൻ തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഗണിത പട്ടികകൾ സമാഹരിക്കാനാണ് നമ്മുടെ ചാൾസ് ബബേജ് ഈ ഡിഫറൻസ് എൻജിൻ 1822 ഉണ്ടാക്കിയെടുത്തത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയിൽ ഏത് പേപ്പറിലാണ് ചാൾസ് ബബേജ് ഡിഫറൻസ് എൻജിൻ എന്ന ആശയം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് മെഷീനറി ടു ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ആസ്ട്രോണമിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടേബിൾസ്. അപ്പോൾ നോട്ട് ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് മെഷീനറി ടു ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ആസ്ട്രോണമിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടേബിൾസ് എന്നൊരു പേപ്പറിലാണ് ചാൾസ് ബബേജ് ആദ്യമായിട്ട് ഈ ഡിഫറൻസ് എൻജിൻ എന്ന ആശയം അവതരിപ്പിച്ചത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, വലിയ ഗണിതക്രിയകളെ ചെറിയ ഓപ്പറേഷനുകളായി വിഭജിച്ച് ഒരു ഓട്ടോമാറ്റിക് യന്ത്രത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ നിർദ്ധാരണം ചെയ്യുന്ന രീതിയാണ് ചാൾസ് ബബേജ് ആസൂത്രണം ചെയ്തത്. എന്നാണ് വലിയ ഗണിതക്രിയകളെ ചെറിയ ഓപ്പറേഷനുകളായി വിഭജിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഓട്ടോമാറ്റിക് യന്ത്രത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നിർദ്ധാരണം ചെയ്യുന്ന രീതിയാണ് ചാൾസ് ബബേജ് ആസൂത്രണം ചെയ്തത്. അപ്പോൾ ഡിഫറൻസ് എൻജിനെ പറ്റി നമ്മൾ പഠിച്ചത്, ഇത് കണ്ടെത്തിയത് ചാൾസ് ബബേജ് ആണ്. കണ്ടെത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1822. പിന്നെ ഇദ്ദേഹം ഈ ഒരു ആശയം അവതരിപ്പിച്ചത് ഏത് പേപ്പറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഇതാണ്, അത് മൊത്തം പഠിച്ചു വയ്ക്കുക. ആ പേപ്പറിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് മെഷീനറി ടു ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ആസ്ട്രോണമിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടേബിൾസ്. അപ്പോൾ അത്രയുമാണ് ഡിഫറൻസ് എൻജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് അനലറ്റിക്കൽ എൻജിൻ. ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പൂർവ്വകാല രൂപമാണ് അനലറ്റിക്കൽ എൻജിൻ. അപ്പോൾ ഈ അനലറ്റിക്കൽ എൻജിൻ എന്ന് പറയുന്നത് ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പൂർവ്വകാല രൂപമാണ്. നെക്സ്റ്റ് ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ അനലറ്റിക്കൽ എൻജിൻ കണ്ടെത്തിയത് ചാൾസ് ബബേജ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഡിഫറൻസ് എൻജിനും അതുപോലെ തന്നെ നമ്മുടെ അനലറ്റിക്കൽ എൻജിൻ കണ്ടെത്തിയതും ചാൾസ് ബബേജ് ആണ്. ഈ അനലറ്റിക്കൽ എൻജിൻ കണ്ടെത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1833. അതുപോലെ തന്നെ അനലറ്റിക്കൽ എൻജിനിൽ ഗണിതക്രിയകൾ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽ ആണ്, MILL. അപ്പോൾ ഈ അനലറ്റിക്കൽ എൻജിനിൽ ഗണിതക്രിയകൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന പ്രോസസ്സറാണ് മിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചാൾസ് ബബേജിൻ്റെ ആദ്യത്തെ മെക്കാനിക്കൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണിത്. അപ്പോൾ ഈ അനലറ്റിക്കൽ എൻജിൻ എന്ന് പറയുന്നത് ഈ ചാൾസ് ബബേജിൻ്റെ ആദ്യത്തെ മെക്കാനിക്കൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. നെക്സ്റ്റ്, ഇതിനകത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപാധികൾ നിർദ്ദേശങ്ങൾ അടങ്ങിയ പഞ്ച് കാർഡ് രൂപത്തിലായിരുന്നു. അപ്പോൾ ഈ മെഷീനകത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപാധികൾ നിർദ്ദേശങ്ങൾ അടങ്ങിയ പഞ്ച് കാർഡ് രൂപത്തിലായിരുന്നു. നെക്സ്റ്റ്, നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയ ബബേജിൻ്റെ അസിസ്റ്റൻ്റാണ് അഗസ്റ്റ അഡക്കിങ്. അപ്പോൾ അഗസ്റ്റ അഡക്കിങ് എന്ന് പറഞ്ഞ വ്യക്തി ചാൾസ് ബബേജിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപാധികൾ നിർദ്ദേശങ്ങൾ അടങ്ങിയ പഞ്ച് കാർഡ്, അപ്പോൾ അതിനായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയ ചാൾസ് ബബേജിൻ്റെ അസിസ്റ്റൻ്റാണ് അഗസ്റ്റ അഡക്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലോകത്തെ ആദ്യത്തെ പ്രോഗ്രാമറാണ് ഇദ്ദേഹം, അഗസ്റ്റ അഡക്കിങ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗസ്റ്റ അഡക്കിങ് ആണ്. നെക്സ്റ്റ്, ഡിഫറൻസ് എൻജിൻ്റെയും അനലറ്റിക്കൽ എൻജിൻ്റെയും കണ്ടുപിടുത്തം കൊണ്ട് ചാൾസ് ബബേജിന് ലഭിച്ച ബഹുമതിയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് ഫാക്റ്റാണ്. അപ്പോൾ എന്താണ് ഈ ഡിഫറൻസ് എൻജിൻ്റെയും അനലറ്റിക്കൽ എൻജിൻ്റെയും കണ്ടുപിടുത്തം കൊണ്ട് ചാൾസ് ബബേജിന് ലഭിച്ച ബഹുമതിയാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. അപ്പോൾ അത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ഹോളറിത്തിൻ്റെ യന്ത്രം. ഹോളറിത്ത് യന്ത്രം കണ്ടുപിടിച്ചത് ഹെർമൻ ഹോളറിത്താണ്.
അതുപോലെ തന്നെ യന്ത്രം കണ്ടുപിടിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1887 പിന്നെ ഹോളറിത്ത് യന്ത്രത്തിൽ നിർദ്ദേശങ്ങൾ നൽകാനും ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് പഞ്ച് കാർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളൊരു ടേമാണ് പഞ്ച് കാർഡ് എന്നത്. അപ്പോൾ ഈ ഹോളറിത്ത് യന്ത്രത്തിലും നിർദ്ദേശങ്ങൾ നൽകാനും ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് പഞ്ച് കാർഡ്. നെക്സ്റ്റ്, ഹോളറിത്ത് യന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് വൈദ്യുതി ഉപയോഗിച്ച് പഞ്ച് കാർഡിനെ വായിക്കുകയും എണ്ണുകയും തരംതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹോളറിത്ത് യന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ച് കാർഡിനെ വായിക്കുകയും അതുപോലെ തന്നെ എണ്ണുകയും തരംതിരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഹോളറിത്ത് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ എന്ന കമ്പനി രൂപം കൊണ്ട വർഷമാണ് 1896. അപ്പോൾ 1896 എന്ന് പറഞ്ഞ വർഷത്തിലാണ് ഹോളറിത്ത് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ എന്ന കമ്പനി രൂപം കൊണ്ടത്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ലയനങ്ങൾക്ക് ശേഷം 1924 ഈ കമ്പനി, അതായത് ഹോളറിത്ത് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ എന്ന കമ്പനി IBM, അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ ആയി മാറി. അപ്പോൾ നമ്മൾ ഹോളറിത്ത് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ 1896 രൂപം കൊണ്ടുവന്ന് പഠിച്ചു. അതിനുശേഷം 1924 ഈ കമ്പനി IBM, അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ ആയി മാറി. നെക്സ്റ്റ്, അമേരിക്കൻ സെൻസസ് ബ്യൂറോ ഈ ഹോളറിത്ത് മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഹോളറിത്ത് യന്ത്രമാണ്, ഈ ഹോളറിത്ത് മെഷീൻ എന്ന് പറയുന്നത് അമേരിക്കൻ സെൻസസ് ബ്യൂറോ ഒരു കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റാണ്. ഹോളറിത്ത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഹെർമൻ ഹോളറിത്ത്. അതുപോലെ തന്നെ കണ്ടുപിടിച്ച വർഷമാണ് 1887. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഈ നിർദ്ദേശങ്ങൾക്ക് ഉപയോഗിക്കുന്നതൊരു ഇതാണ് പഞ്ച് കാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോളറിത്ത് യന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പഞ്ച് കാർഡ്സിനെ എണ്ണാനും വായിക്കാനും തരംതിരിക്കാനും സാധിക്കുന്നു. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞത്, ഹോളറിത്ത് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1896. അതുപോലെ തന്നെ അത് 1924 IBM എന്നൊരു കമ്പനിയായിട്ട് മാറി. അപ്പോൾ അത്രയുമാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് മാർക്ക് 1. ഹോവാർഡ് ഐക്കൺ IBM കമ്പനിയിലെ എഞ്ചിനീയറുമായി ചേർന്ന് നിർമ്മിച്ച ഇലക്ട്രോണിക്കൽ മെക്കാനിക്കൽ കമ്പ്യൂട്ടറാണ് ഹാർവാർഡ് മാർക്ക് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർവാർഡ് മാർക്ക് 1 എന്ന് പറയുന്നത് എന്താ പറയുക, ഹോവാർഡ് ഐക്കൺ IBM കമ്പനിയിലെ എഞ്ചിനീയറുമായി ചേർന്നിട്ട് നിർമ്മിച്ച ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടറാണത്. അപ്പോൾ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടറാണ് ഹാർവാർഡ് മാർക്ക് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്ക് 1 നിർമ്മിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1944. അതുപോലെ തന്നെ 23 സ്ഥാനങ്ങളുള്ള സംഖ്യകളുടെ 4 വിധത്തിലുള്ള ഗണിതക്രിയകൾ ചെയ്യാൻ മാർക്ക് 1 കഴിയുമായിരുന്നു. എന്താണ്? 23 സ്ഥാനങ്ങളുള്ള സംഖ്യകളുടെ 4 വിധത്തിലുള്ള ഗണിതക്രിയകൾ ചെയ്യാൻ മാർക്ക് 1 സാധിക്കുമായിരുന്നു. നെക്സ്റ്റ്, ലോഗരിതവും ത്രികോണമിതി ക്രിയകളും ചെയ്യാവുന്ന തരത്തിൽ ഈ യന്ത്രത്തെ പ്രോഗ്രാം ചെയ്തിരുന്നു. എന്താണ്? അപ്പോൾ ഈ മാർക്ക് 1 ലോഗരിതവും ത്രികോണമിതി ക്രിയകളും ചെയ്യാവുന്ന തരത്തിൽ പ്രോഗ്രാം ചെയ്തിരുന്നു. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, 2 സംഖ്യകൾ കൂട്ടാൻ ഏകദേശം 3 മുതൽ 6 സെക്കൻഡ് വരെയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഈ മാർക്ക് 1 എന്ന് പറയുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഏകദേശം എന്താ പറയുക 3 to 6 സെക്കൻഡുകൾ സമയം എടുത്തിരുന്നു, അതായത് 2 സംഖ്യകളെ കൂട്ടാനായിട്ട്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാർക്ക് 1 ഉപയോഗിച്ചിരുന്നവയാണ് ഈ പേപ്പർ ടൈപ്പ് റീഡർ, അതുപോലെ തന്നെ കാർഡ് റീഡർ, കാർഡ് പഞ്ച്, ടൈപ്പ് റൈറ്റർ എന്നിങ്ങനെ. അപ്പോൾ എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായിട്ട് മാർക്ക് 1 ഉപയോഗിച്ചിരുന്ന മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ആണ് പേപ്പർ ടൈപ്പ് റീഡർ, കാർഡ് റീഡർ, കാർഡ് പഞ്ച്, ടൈപ്പ് റൈറ്റർ എന്നിങ്ങനെ. ഇനി നമുക്ക് ഈ പഞ്ച് കാർഡിനെ പറ്റിയിട്ടൊരു 3 ഫാക്റ്റ് പഠിക്കാം. 1801 തൻ്റെ ടെക്സ്റ്റൈലുകളുടെ സങ്കീർണമായ ഡിസൈനുകൾ ലളിതമാക്കാനായിട്ട് ജോസഫ് മേരി ജാക്വേഡ് രൂപീകരിച്ച യന്ത്ര തറിയെ നിയന്ത്രിച്ചിരുന്നത് പഞ്ച് കാർഡുകളാണ്. അതുപോലെ തന്നെ വിവരശേഖരണത്തിൻ്റെയും പുനരുപയോഗത്തിൻ്റെയും ആദ്യ രൂപമായി പരിഗണിച്ചിരുന്നത് പഞ്ച്ഡ് കാർഡ്സിനെയാണ്. പിന്നെ ചാൾസ് ബബേജിൻ്റെ അനലറ്റിക് എഞ്ചിനിലും ഹോളറിത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിലും ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് പഞ്ച് കാർഡുകൾ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ 1801 തൻ്റെ ടെക്സ്റ്റൈലുകളുടെ സങ്കീർണമായ ഡിസൈനുകൾ ലളിതമാക്കാനായിട്ട് ജോസഫ് മേരി ജാക്വേഡ് രൂപീകരിച്ച യന്ത്രത്തറിയെ നിയന്ത്രിച്ചിരുന്നതാണ് പഞ്ച് കാർഡുകൾ.
അതുപോലെ തന്നെ വിവരശേഖരണത്തിൻ്റെയും പുനരുപയോഗത്തിൻ്റെയും ആദ്യ രൂപമായി പരിഗണിച്ചിരുന്നത് പഞ്ച് കാർഡ്സാണ്. പിന്നെ ചാൾസ് ബബേജിൻ്റെ അനലറ്റിക് എഞ്ചിനിലും ഹോളറിത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിലും ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് പഞ്ച്ഡ് കാർഡുകൾ. ഈ ടോപ്പിക്ക് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചതാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.